സൈലം SSC RRB എല്ലാവർക്കും നമ്മുടെ വീക്കിലി കറണ്ട് അഫെയർ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസംബർ മാസം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാം 2026 ആയി എന്നുള്ളത്, പക്ഷെ 2025 ഡിസംബറിലെ അവസാനത്തെ ആഴ്ചകളിലെ കറണ്ട് അഫെയർസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2026 നമുക്ക് അടുത്ത വീക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? സോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ കറണ്ട് അഫെയർസ് ബാച്ചിന്റെ കാര്യമാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ കറണ്ട് അഫെയർസിന് മാത്രമായി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ചാണ് CA ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത്. 5th ജാനുവരി 2026 മുതലാണ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 100+ hours ഓഫ് ലൈവ് ക്ലാസ്സുകൾ, 3 to 4 hours ആണ് വീക്കിലി ഈ ഒരു ബാച്ചിലെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. 499 rupees ആണ് നമ്മുടെ ബാച്ചിന്റെ ഫീസ്. 499 രൂപ മാത്രമാണ് ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, നമ്മുടെ വരുന്ന SSC റെയിൽവേ എക്സാംസിന് എല്ലാം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്റ്റ് ആണ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്, അല്ലെ? സോ ഈ ഒരു സബ്ജക്റ്റ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. സോ ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ എക്സാംസിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന കറണ്ട് അഫെയർസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. പ്രധാനമായിട്ടും ഇനി വരാൻ പോകുന്ന മാസങ്ങളെ മന്ത് വൈസായി സെപ്പറേറ്റ് ചെയ്യുകയും അതിൽ ടോപ്പിക് വൈസ് സെഗ്രിഗേഷൻ കൊടുത്തിട്ടാണ് ഈ ബാച്ചിലെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള കറണ്ട് അഫെയർസ് നിങ്ങളെ പഠിപ്പിക്കുന്നതിനുള്ള സപ്പോർട്ടും, കൂടാതെ പഠിച്ച ഭാഗങ്ങളുടെ MCQ പ്രാക്ടീസ് സെറ്റും MCQന്റെ ടെസ്റ്റും നിങ്ങൾക്ക് ഈ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. സോ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കറണ്ട് അഫെയർസ് പഠിക്കുന്നതിനായി ജോയിൻ ചെയ്യുക നമ്മുടെ CA ഫോക്കസ് ബാച്ചിലേക്ക്. റെഡി? അപ്പോൾ നമുക്ക് നമ്മുടെ വീക്കിലി കറണ്ട് അഫെയർ സെഷൻസ് നോക്കാം. ബറാം സാലെ ആണ് നമ്മുടെ നെക്സ്റ്റ് UN ഹൈ കമ്മീഷണർ, അതായത് റെഫ്യൂജീസ് UN ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് ആയിട്ട് എലക്ട് ചെയ്തിരിക്കുന്നത് ബറാം സാലെ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. UN elects former ഇറാഖ് പ്രസിഡന്റ് ആയിട്ടുള്ള ബറാം സാലിനെയാണ് UN ഹൈ കമ്മീഷന്റെ റെഫ്യൂജി ഹെഡ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. So, it's a UN refugee agency which protect refugees worldwide and facilitate their return home or resettlement. അതായത് വേറെ രാജ്യങ്ങളിൽ പെട്ടുപോയിട്ടുള്ള റെഫ്യൂജീസിനെ തിരിച്ച് അവരുടെ സ്വന്തം വീടുകളിലേക്കോ രാജ്യത്തേക്കോ കൊണ്ടുവരിക, അവരെ റീസെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ UN റെഫ്യൂജി ഏജൻസിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ അതിന്റെ ഹൈ കമ്മീഷണർ ആയിട്ടാണ് ബറാം സാലെ, ഇറാഖിന്റെ പ്രസിഡന്റ് ആയിരുന്ന ബറാം സാലെ അപ്പോയിന്റ് ആയിരിക്കുന്നത്. Okay. National Conference for Chairpersons of Public Service Commission President Draupadi Murmu ആണ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീമതി ദ്രൗപദി മുർമു ആണ് നാഷണൽ കോൺഫറൻസ് ഫോർ ചെയർപേഴ്സൺസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഹൈദരാബാദ് തെലങ്കാനയിൽ ഇനോഗ്രേറ്റ് ചെയ്തത്. നമ്മുടെ RRBസിനെല്ലാം തന്നെ, നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്ക്സിന് എല്ലാത്തിനും കൂടി, ഇന്ത്യയിലെ എല്ലാ RRBസിനും കൂടി ഒരൊറ്റ ലോഗോ ആക്കി മാറ്റാൻ പോവുകയാണ്. ന്യൂ ലോഗോ ഫോർ റീജിയണൽ റൂറൽ ബാങ്ക്. ഇതില് ഈ അപ്വേർഡ് ആരോ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? അപ്വേർഡ് ആരോ റെപ്രസെന്റ് ചെയ്യുന്നത് സിംബൽ ഓഫ് പ്രോഗ്രസിനെയാണ്. അപ്വേർഡ് ആരോ റെപ്രസെന്റ് ചെയ്യുന്നത് സിംബൽ ഓഫ് പ്രോഗ്രസ്. ഈ അപ്വേർഡ് ആരോ സിംബൽ ഓഫ് പ്രോഗ്രസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് റെപ്രസെന്റ്സ് ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഇൻ റൂറൽ എക്കണോമി. ഈ ഹാൻഡ്സ്, ഇത് ഹാൻഡ്സിനെ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സിംബൽ ഓഫ് നർച്ചറിങ്ങിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. കൺവേസ് കെയർ, സപ്പോർട്ട്, ഹെൽപ്പിംഗ് ഹാൻഡ് ടു റൂറൽ എക്കണോമി ആണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ കാണുന്ന ഫ്ലെയിം, ഈ ഫ്ലെയിം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സിംബൽ ഓഫ് എൻലൈറ്റ്മെന്റ്, അതായത് വാംത്, നോളജ് ആൻഡ് എംപവറിംഗ് റൂറൽ പോപ്പുലേഷൻ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ വൺ സ്റ്റേറ്റ് നമുക്ക് ഓൾറെഡി അറിയാം, ഇതില് 1 RRB 1 ലോഗോ എന്നാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോഗോന്റെ കളർ ഡാർക്ക് ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഡാർക്ക് ബ്ലൂ കളർ എന്താണ്? ട്രസ്റ്റിനെയും ഗ്രീന് ലൈഫ് ആൻഡ് ഗ്രോത്തിനെയുമാണ് സ്പെസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ്, ബ്രസീൽ ഹാൻഡ്സ് ഓവർ ബ്രിക്സ് പ്രസിഡൻസി ടു ഇന്ത്യ. So, Brazil has formally handed over the BRICS presidency to India for 2026. So,
Brazil has formally handed over BRICS presidency for ബ്രിക്സ് പ്രസിഡൻസി 2026 ബ്രസീൽ ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഡ്യൂ ടു ട്രേഡ് റിലേറ്റഡ് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അതായത് നമ്മുടെ ബ്രസീലിലുള്ള ട്രേഡ് റിലേറ്റഡ് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം ബ്രസീൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിക്സ് പ്രസിഡൻസി 2026 ബ്രിക്സ് പ്രസിഡൻസി ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ആലോചിക്കാം. സോ നെക്സ്റ്റ്, റൈവൻ അനോമലസ് ബ്ലൂ ഫീച്ചേർഡ് ഇൻ CBD, അതായത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ലോഗോയില് നമ്മുടെ എറൈവൻ അനോമലസ് എന്ന് പറയുന്ന എറൈവൻ അനോമലസ് ബ്ലൂ എന്ന് പറയുന്ന ബട്ടർഫ്ലൈനെയാണ് ഫീച്ചർ ചെയ്തിരിക്കുന്നത്. സോ അർമേനിയാണ് ഓഫ് CBD, അതായത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിന്റെ ലോഗോ അൺവെയിൽ ചെയ്തത് അർമേനിയാണ്. ഓക്കെ, സോ അതിലാണ് എറൈവൻ അനോമലസ് എന്ന് പറയുന്ന എറൈവൻ അനോമലസ് ബ്ലൂ എന്ന് പറയുന്ന ബട്ടർഫ്ലൈനെയാണ് ഇതിൽ ഫീച്ചർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. സോ ഇതൊരു ടേക്കിംഗ് ആക്ഷൻ ഫോർ നേച്ചർ എന്നുള്ളതാണ് ഇതിന്റെ തീം വരുന്നത്. COP17 ഹോസ്റ്റ് ആണ് എറൈവൻ അർമേനിയ. ഒക്ടോബർ 2026 ഇത് ടൈം ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 2026 ഇത് നടക്കാനായിട്ട് പോകുന്ന ടൈം. സോ സയ്യിദ് മുസ്തഖ് അലി ട്രോഫി ജാർഖണ്ഡ് ആണ് നേടിയിരിക്കുന്നത്. സോ സയ്യിദ് മുസ്തഖ് അലി ട്രോഫി ഇപ്രാവശ്യം നേടിയിരിക്കുന്നത് ജാർഖണ്ഡ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പോൾ ഡൊമസ്റ്റിക് ടൂർണമെന്റ് T20 ഫോർമാറ്റിൽ നടക്കുന്ന ഡൊമസ്റ്റിക് ടൂർണമെന്റ് ആണ് സയ്യിദ് മുസ്തഖ് അലി ട്രോഫി എന്ന് പറയുന്നത്. ജാർഖണ്ഡ് ഹരിയാനയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിന്നേഴ്സ് ആയിട്ടുള്ളത്. സോ റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്ന ആരാണ്? ഹരിയാനയാണ്. ആദ്യമായിട്ടാണ് ജാർഖണ്ഡ് സയ്യിദ് മുസ്തഖ് അലി ട്രോഫി നേടുന്നത്. ഇത് അവരുടെ മെയ്ഡൻ സയ്യിദ് മുസ്തഖ് അലി ട്രോഫി ആണ് എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ശക്തി സ്കോളേഴ്സ്. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ലോഞ്ച് ശക്തി സ്കോളേഴ്സ് യങ് റിസർച്ച് ഫെലോഷിപ്പ്. ഇപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ NCW ആണ് ശക്തി സ്കോളേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. NCW യങ് റിസർച്ച് ഫെലോഷിപ്പ് ഫോർ പോളിസി ഓറിയന്റഡ് റിസർച്ച് ഓൺ വുമൺസ് ഇഷ്യൂസ് ഇൻ ഇന്ത്യ. അപ്പോ ശക്തി സ്കോളേഴ്സ് യങ് റിസർച്ച് ഫെലോഷിപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ആരാണ്? നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആണ്. വുമൺ സേഫ്റ്റി, ജെൻഡർ ബേസ്ഡ് വയലൻസ്, ലീഗൽ റൈറ്റ്സ്, സൈബർ സെക്യൂരിറ്റി, പോഷ് ഇംപ്ലിമെന്റേഷൻ, ലീഡർഷിപ്പ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എക്കണോമിക് എംപവർമെന്റ്, ലേബർ പാർട്ടിസിപ്പേഷൻ, സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസ്, വർക്ക് ലൈഫ് ബാലൻസ്, ഇതെല്ലാമാണ്, ഇത്തരം ഏരിയാസ് ആണ് പ്രധാനമായിട്ടും ശക്തി സ്കോളേഴ്സ് യങ് റിസർച്ച് ഫെലോഷിപ്പ് വഴി മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ഇന്ത്യൻ സിറ്റിസൺസ് ആണ് ഇതിൽ എലിജിബിൾ ആവുന്നത്. 1 ലക്ഷം രൂപ, ഓക്കെ, 6 മാസത്തേക്കായിട്ട് 1 ലക്ഷം രൂപയാണ് ഗ്രാൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, Smriti Mandhana became first Indian woman cricketer to cross 4,000 T20 international runs. So T20 international runs'il 4,000 runs cross ചെയ്യുന്ന ഫസ്റ്റ് ഇന്ത്യൻ ബാറ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ഓപ്പണർ സ്മൃതി മന്ദാന എന്ന് പറയുന്നത്. നെക്സ്റ്റ്, Under-19 Asia Cup title. Under-19 Asia Cup title വിന്നർ ആയിരിക്കുന്നത് ആരാണ്? പാകിസ്ഥാനാണ് വിന്നർ ആയിരിക്കുന്നത്. പാകിസ്ഥാനാണ്. റണ്ണേഴ്സ് അപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. എക്സ് അഗ്നിവീർ കോട്ട ഫോർ BSF കോൺസ്റ്റബിൾ പോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 50% ആയിട്ടുണ്ട്. സോ എക്സ് അഗ്നിവീർ കോട്ട ഫോർ BSF കോൺസ്റ്റബിൾ ഇസ് നൗ 50% earlier policy. അതായത് ഗ്രൂപ്പ് സി യൂണിയൻ ഹോം മിനിസ്ട്രി പുതിയതായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എക്സ് അഗ്നിവീർസിന് ഗ്രൂപ്പ് സി സെൻട്രൽ ആംഡ് ഫോഴ്സിൽ ഗ്രൂപ്പ് സി പോസ്റ്റ്, അതായത് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് 10% നിന്നും 50% റിസർവേഷൻ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF വെച്ചാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ
റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ത് ചെയ്യണം? എക്സ് അഗ്നിവീർസ് were required to compete through regular recruitment process വഴി അവർ കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2022 10% ആയിരുന്നു എക്സ് അഗ്നിവീർസിന് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലുള്ള റിസർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴെന്തായിട്ടുണ്ട്? അഡീഷണൽ റിലാക്സേഷൻ, ഏജ് റിലാക്സേഷൻ ആണ്. 5 years ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ എന്താണ് പുതിയ പ്രപ്പോസൽ എന്ന് പറയുന്നത്? 50% റിസർവേഷൻ, 10%-ൽ നിന്നും കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള റിസർവേഷൻ എന്ന് പറയുന്നത് 50% ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. പക്ഷെ ഇവർക്ക് ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ റിട്ടൺ എക്സാമിനേഷൻ മസ്റ്റ് ആയിട്ടും ക്ലിയർ ചെയ്യണം. പക്ഷെ ഫിസിക്കൽ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ PET എക്സ് അഗ്നിവീർസിന് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഏജ് റിലാക്സേഷൻ 30-ൽ നിന്നും 35 ആക്കിയിട്ടുണ്ട് എക്സ് അഗ്നിവീർസിന്. Nena Kalu becomes the first artist with learning disability to win Turner Prize. Nina Kalu. Artist Nena Kalu become the first artist with learning disability to win acclaimed Turner Prize. Okay, 25,000 euro ആണ് പ്രൈസ് എന്ന് പറയുന്നത്. സോ കൊക്കൂൺ ലൈക്ക് സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്നതിലാണ്, ലൈക്ക് ട്വിസ്റ്റിംഗ്, സ്വേർലിംഗ് അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഇവരെ വിൻ ചെയ്തിരിക്കുന്നത്. സോ ടേണർ പ്രൈസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് എസ്റ്റീംഡ് അവാർഡ് ഇൻ കണ്ടംപററി ബ്രിട്ടീഷ് ആർട്ടിലുള്ള അവാർഡാണ്. ഈ ഒരു പ്രസ്റ്റീജിയസ് അവാർഡാണ് ടേണർ പ്രൈസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഭാരത് ടാക്സി ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ പ്രധാനമായിട്ടും ഇന്ത്യയില് നമുക്കറിയാം കുറെ അധികം നമുക്ക് റൈഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അല്ലെ, ലൈക്ക് ഒല, ഊബർ, റാപ്പിഡോ. ഇതേപോലെയുള്ള ഒരു ഇതിനൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഇനീഷ്യേഷൻ ആണ് ഭാരത് ടാക്സി എന്ന് പറയുന്നത്. സോ കോപ്പറേറ്റീവ് മോഡൽ അണ്ടർ സഹകാർ ടാക്സി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. സോ ഇതൊരു ഗവൺമെന്റ് സപ്പോർട്ടഡ് യുണീക് ഡ്രൈവർ ഓൺഡ് കോപ്പറേറ്റീവ് സ്ട്രക്ചർ ആണ്. സോ ബോത്ത് കസ്റ്റമേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സിന് കൂടുതൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റൈഡ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അമൂൽ, നബാർഡ്, IFFCO ഇവരുടെ ഒക്കെ ബാക്കിംഗ് ഇതിനുണ്ട്. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ആക്ടിങ് ആസ് എ ചീഫ് പ്രൊമോട്ടർ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ചീഫ് പ്രൊമോട്ടർ. സോ ലൈക്ക് ബേസിക് ഡീറ്റെയിൽസ് സെക്യൂർ എംപിൻ, UPI, ഡിജിലോക്കർ ഇതെല്ലാം തന്നെ യൂസേഴ്സിന് യൂസ് ചെയ്യാവുന്നതാണ്. ബേസിക് ഡീറ്റെയിൽസ് യൂസേഴ്സ് ആർ റിക്വയർഡ് ടു രജിസ്റ്റർ വിത്ത് ബേസിക് ഡീറ്റെയിൽസ് ഫോളോഡ് ബൈ സെറ്റിംഗ് എംപിൻ, പിന്നെ UPI, ഡിജിലോക്കർ. ഇങ്ങനെയാണ് ഇതിലൊക്കെ ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഭാരത് ടാക്സി ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്യാനായിട്ട്, ലൈക്ക് യൂസേഴ്സിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒന്നുമില്ല, പ്രൈവറ്റ് സെക്ടറിൽ ഒലയും ഊബറും റാപ്പിഡോ ഒക്കെ ഉള്ള പോലെ ഒരു ഗവൺമെന്റ് ഇനീഷ്യേഷൻ ആണ് ഭാരത് ടാക്സി ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് മോഡലിലുള്ള ഭാരത് ടാക്സി ഇനീഷ്യേറ്റീവ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കോപ്പറേറ്റീവ് മോഡലിലാണ്. Prime Minister releases commemorative postal stamp on Ashwagandha at World Health Organization Global Summit. So, World Health Organizationന്റെ ഗ്ലോബൽ സമ്മിറ്റ് ഓൺ ട്രഡീഷണൽ മെഡിസിൻ ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിന്റെ തീം റീസ്റ്റോറിംഗ് ബാലൻസ് ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, നിർമ്മല സീതാരാമൻ ലോഞ്ചസ് വിജയ് പാത ലാബ്സ് ഇൻ ഹോസ്പേറ്റ് ഗവൺമെന്റ് സ്കൂൾസ്. അതായത് ഹോസ്പേറ്റ് ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രധാനമായിട്ടും AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് യൂണിയൻ ഫിനാൻസ് ആൻഡ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ വിജയ് പാത എന്ന് പറയുന്ന വിജയ് പാത എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത്
സ്റ്റുഡൻസിന് ഫ്യൂച്ചർ സ്കിൽസ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, റോബോട്ടിക്സ്, കോഡിംഗ് ആൻഡ് ഡിജിറ്റൽ ഇന്നോവേഷൻ, ഇതിലൊക്കെ കുട്ടികളെ എക്യുപ്ഡ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വിജയ് പാത ലാബ്സ് വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും സെയിന്റ് ഫൗണ്ടേഷൻ ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് കർണാടക ഗവൺമെന്റ് ആണ് ഈ ഇനീഷ്യേറ്റീവ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഹോസ്പേറ്റ് ഗവൺമെന്റ് സ്കൂളിലാണ് ഇത് വിജയ് പാത ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബംഗാൾ ഗവൺമെന്റ് റീനെയിംസ് ജോബ് ഗ്യാരണ്ടി സ്കീം, അതായത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി MGNREGA റീനെയിമിങ്ങിന് MGNREGA നെയിം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG ഗ്രാം ജി എന്നിങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സോ അതിന്റെ ഭാഗമായി കർമ്മശ്രീ ഇനീഷ്യേറ്റീവിനെ മഹാത്മാശ്രീ എന്നുള്ള പേരിലാക്കി മാറ്റുകയാണ് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ്. സോ മഹാത്മാ ശ്രീ സ്കീം എന്ന് പറയുന്നത്, അതായത് കർമ്മശ്രീ എന്നുള്ള പേരിൽ 2024 ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത്. സോ റൂറൽ ഏരിയയിലുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് ജോബ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള, എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതായിരുന്നു കർമ്മശ്രീ സ്കീം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിന്റെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ജെൻസ് പോസ്റ്റ് ഓഫീസ്. ദ ഫസ്റ്റ് ജെൻസ് പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ജമ്മു ആൻഡ് കാശ്മീർ വാസ് ഇനാഗ്രേറ്റഡ് അറ്റ് എയിംസ് വിജയ്പൂർ ക്യാമ്പസ്. അതായത് പോസ്റ്റൽ ടെക്നോളജി കൂടുതൽ യങ്സ്റ്റർ യൂത്ത് സെൻട്രിക് മെത്തേഡിലേക്ക് കൺവേർട്ട് ചെയ്യുക ആൻഡ് മോർ ടെക്നോളജി എനേബിൾഡ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ജെൻസ് പോസ്റ്റ് ഓഫീസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ്രൗപദി മുർമു ബിക്കം ദി സെക്കൻഡ് ഇന്ത്യൻ പ്രസിഡന്റ് ടു അണ്ടർടേക്ക് സബ്മറൈൻ സോച്ചി. അതായത് പ്രസിഡന്റ് ദ്രൗപദി മുർമു നമ്മുടെ അന്തർവാഹിനി ആയിട്ടുള്ള INS വാക്ഷീറില് വെസ്റ്റേൺ കോസ്റ്റിൽ നിന്നും യാത്ര ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ പ്രസിഡന്റ് ആയി മാറിയിരിക്കുകയാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ഇതിനു മുന്നേ ഫോമർ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് ഇങ്ങനെ ഒരു അന്തർവാഹിനിയിൽ ഫെബ്രുവരി 2006 യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സെക്കൻഡ് പ്രസിഡന്റ് ആയിട്ട്, അന്തർവാഹിനി എക്സ്പീരിയൻസ് ചെയ്യുന്ന സെക്കൻഡ് പ്രസിഡന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. INS വാക്ഷീറിൽ വെച്ച് വെസ്റ്റേൺ കോസ്റ്റിൽ വെച്ചാണ് ഇവരുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, റീജിയണൽ ലെവൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ് RPREX, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണ് RPREX എന്ന് പറയും, RPREX 2025 എന്ന് പറയുന്ന എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു ലാർജ് സ്കെയിൽ മാരിടൈം പൊല്യൂഷണൽ റെസ്പോൺസ് എക്സസൈസ് ആണ്. അതായത് കടലിലുള്ള ഓയിൽ പുറന്തള്ളൽ, അതായത് മാനേജ് ഓയിൽ സ്പിൽ എമർജൻസീസ് അറ്റ് സീ, അങ്ങനെയുള്ള പിന്നെ നാഷണൽ ഓയിൽ സ്പിൽ ഡിസാസ്റ്റർ കോണ്ടിൻജൻസി പ്ലാൻ, ഇതൊക്കെയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റീജിയണൽ ലെവൽ കോസ്റ്റ് ഗാർഡ് കണ്ടക്ട് ചെയ്തിട്ടുള്ള റീജിയണൽ ലെവൽ പൊല്യൂഷൻ റെസ്പോൺസ് എക്സസൈസ് ആണ് RPREX എന്ന് പറയുന്നത്. ഓക്കെ, മുംബൈ കോസ്റ്റിലാണ് ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ആലോചിക്കാം. RPREX. നെക്സ്റ്റ്, ലോഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാർജിനൽ ഫാമേഴ്സ് റിപ്പോർട്ട് 2025. അപ്പൊ സ്റ്റേറ്റ് ഓഫ് മാർജിനൽ ഫാമേഴ്സ് ഇൻ 2025 എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിസാൻ ദിവസ് ഡിസംബർ 23 കിസാൻ ദിവസിലാണ് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. ഫോറം ഓഫ് എന്റർപ്രൈസ് ഫോർ ഇക്വിറ്റബിൾ ഡെവലപ്മെന്റ് FEED ആണ് ഈ റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അതായത് less than 25% ഓഫ് ഇന്ത്യസ് മാർജിനൽ ഫാമേഴ്സ് ആണ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ 25% മാർജിനൽ ഫാമേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. സോ The study examines marginal farmers cooperative engagement. ഈ കോപ്പറേറ്റീവ്സുമായിട്ട് എൻഗേജ് ചെയ്യുന്നത് കൊണ്ട് പോവർട്ടി റിഡക്ഷൻ, ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി, റൂറൽ ട്രാൻസ്ഫോർമേഷൻ ഇതെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ മാർജിനൽ ഫാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓൺലി 24% ലാൻഡ്, അതായത് ലെസ് ദാൻ 1 hectare ലാൻഡ് ഉള്ള ആൾക്കാരിനെയാണ് നമ്മൾ മാർജിനൽ ഫാമേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ക്രെഡിറ്റോ ഇൻപുട്ടോ മാർക്കറ്റോ സർവീസോ ഇതൊക്കെ ആക്സസ് ചെയ്യാൻ, ഇതിനോടൊക്കെ വൾണറബിൾ ആയിട്ടുള്ള, ഇതൊക്കെ ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ മാർജിനൽ ഫാമേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആഫ്റ്റർ 33 years ഗുജറാത്ത് എന്തായിരിക്കുകയാണ്? ടൈഗർ സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. രത്തൻ മഹൽ സാങ്ച്വറിയിലുള്ള ടൈഗേഴ്സിന്റെ പ്രസൻസ് കാരണമാണ് ഇപ്പോൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഗുജറാത്തിനെ ഓൾ ഇന്ത്യ ടൈഗർ എസ്റ്റിമേഷൻ 2026 ഭാഗമായി ടൈഗർ സ്റ്റേറ്റ് ആയിട്ട് കൺഫേം ചെയ്തിരിക്കുന്നത്. സോ ഗുജറാത്തിലാണ് രത്തൻ മഹൽ വൈൽഡ് സാങ്ച്വറി ഇരിക്കുന്നത്. ഇത് മധ്യപ്രദേശ് ഗുജറാത്ത് ബോർഡറിലാണ് ആക്ച്വലി ഈ സാങ്ച്വറി ഉള്ളത്. വേൾഡിലെ ലോങ്സ്റ്റ് എക്സ്പ്രസ് ടണൽ ട്രാഫിക് ഇൻ സിയാൻജിയാങ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ചൈന ഓപ്പൺസ് വേൾഡ്സ് ലോങ്സ്റ്റ് എക്സ്പ്രസ് ടണൽ ഇൻ സിയാൻജിങ്. സോ അത് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, ഫിലിം മേക്കർ എസ് കൃഷ്ണസ്വാമി passes away. So film, academic, cultural circles and devoting more 6 decades to documenting India's political, cultural and civilizational journey. So filmmaker S. Krishnaswamy passes away. അദ്ദേഹത്തിന്റെ അവാർഡ്സ് നോക്കണം. 2009 ഇദ്ദേഹത്തിന് പത്മശ്രീയും ഡോക്ടർ വി ശാന്താറാം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ 2009 കിട്ടിയതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. രാജസ്ഥാൻ ലോഞ്ചസ് ഈ സ്വസ്ത്യ സംവദ് പ്ലാറ്റ്ഫോം. ഈ സ്വസ്ത്യ സംവദ് എന്ന് പറയുന്നത്, അതായത് ഗവർണൻസ് സ്ട്രെങ്തൻ ചെയ്യുക, ട്രാൻസ്പെറൻസി, മെഡിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ട്രാൻസ്പെറൻസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്വസ്ത്യ സംവദ് പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കരുത്. പോളിസി മേക്കേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഡെലിവറി അക്രോസ് രാജസ്ഥാൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. പാർവതി ആഗ്ര ബേർഡ് സാങ്ച്വറിനെ എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ബംഗ്ലാദേശിന്റെ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഖലീദ സിയ അന്തരിച്ചു. സോ ബംഗാളിന്റെ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഖലീദ സിയ അന്തരിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 2001 മുതൽ 2007 വരെയായിരുന്നു ഖലീദ സിയ ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. സോ ഇസ്രായേൽ പീസ് പ്രൈസ് ഡൊണാൾഡ് ട്രംപിനാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. 2026 ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. സോ ഫസ്റ്റ് നോൺ ഇസ്രായേലി 80 years ഓഫ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഒരു നോൺ ഇസ്രായേലി പീസ് പ്രൈസ് ലഭിക്കുന്നത്. അത് ഡൊണാൾഡ് ട്രംപിനാണെന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പൊ പിനാക്ക റോക്കറ്റ്സ് DRDO സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ DRDO has successfully conducted maiden flight test of Pinaka long range guided rocket at ITR Chandipur. So ഇതൊരു പ്രിസിഷൻ ഗൈഡഡ് റോക്കറ്റ് വേരിയന്റ് ആണ്. പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഹൈ ആക്യുറസി ഉള്ള ലോങ് റേഞ്ചിലേക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള റോക്കറ്റ് ആണ് ഇതെന്ന് പറയുന്നത്. സോ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ARDE, DRDO ആൻഡ് നമ്മുടെ ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറി, ഇത്രയും പേര് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീക്കിലി കറണ്ട് അഫെയർസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് വിത്ത് അനു എന്ന് പറയുന്ന എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ കറണ്ട് അഫെയർസ് വിത്ത് അനു എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. കൂടാതെ നമ്മുടെ CA ഫോക്കസ് ബാച്ചിന്റെ കാര്യവും ഓർക്കുക. ഓക്കെ, റെഡി? അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ. സീ യു.